ഹായ് അസ്സലാമലൈക്കും. എന്താ പാട്? സുഖമല്ല എല്ലാവർക്കും. ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു പക്കവട കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കോളിഫ്ലവർ എടുത്തിരിക്കണം. അതൊക്കെ ഒന്ന് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒരു 1/4 പാകത്തോളം വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചിരിക്കണം. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം നല്ല കഴുകി എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഇടയിൽ ചെറിയൊരു പുഴുക്കളുണ്ടാവും. അപ്പോൾ അതുപോലെ നല്ല വെള്ളത്തിൽ വെച്ച് നല്ല കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ നന്നായി കഴുകി എടുക്കണം. അപ്പോൾ കഴുകി ഒക്കെ വന്ന നേരം കൊണ്ട് അപ്പോൾ ഈ വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ലേശം ഒരു ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതിലേക്കൊരു ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ. ഇനി ഇതെല്ലാം കൂടി ഈ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതാണ്. ഉപ്പൊക്കെ എല്ലാ ഭാഗവും തട്ടാനും പിന്നെ ഇതൊന്ന് അമർന്നിരിക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിക്കണം. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നുപാട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിലെ ഭാഗം വേവ് കറക്റ്റൊക്കെ ഒന്ന് ആയി കിട്ടാൻ. ഓവർ കുക്കാവും ചെയ്യരുത് കേട്ടോ. ബാക്കി നമ്മളിത് പൊരിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി വേവ് കറക്റ്റായി വരും. അപ്പോൾ ഇത് ഞാൻ തീയൊന്ന് ഓഫാക്കിക്കും കേട്ടോ. ഇത്ര വേവ് മതി, ഒരു 1/4 ഭാഗത്തോളം വേവ് ഉണ്ടായാൽ മതി. എന്നിട്ട് ഞാനൊരു അരിപ്പക്കട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിക്കണം, അത് വെള്ളം ഒന്ന് വരാൻ വേണ്ടിയിട്ടേ. ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാനുള്ള പൊടികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് കോൺഫ്ലവറാണ്. അതേ അളവിൽ തന്നെ ഒരു പാത്രം കടലമാവും. ഇനി അതിൻ്റെ നേർ പകുതിയാണ് കേട്ടോ മൈദ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അപ്പസോഡയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇതിൻ്റെ മാവ് കലക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അളവിലാണ് കേട്ടോ ഇതുപോലെ കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കൂടാനും പാടില്ല വെള്ളം, എന്നാൽ കുറയാനും പാടില്ല. അപ്പോൾ ഈ ഒരളവിലെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് നന്നായി ചൂടായി വന്നിക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഈ മാവിലേക്ക് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ പഴത്തിനൊക്കെ മുക്കി പൊരിക്കൂലേ, ഇതുപോലെ ഇങ്ങനെ മാവിലൊന്ന് മുക്കിയതിന് ശേഷം ഇനി ഓയിലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്പൂൺ വെച്ചിട്ടൊന്നും ഇത് ഇങ്ങനെ കോരിടരുത് കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഒന്നാകണ്ട് ഉണ്ട പിടിക്കും. മാവൊക്കെ ആണെങ്കിൽ പല ഭാഗത്തും കട്ട കുത്തിങ്ങാണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു ഭാഗം മൂത്ത് വന്നിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ കുറവും ആണ് ഇതിൽ ആക്കി കൊടുക്കേണ്ടത് കേട്ടോ. തീ കൂടുതലായിട്ട് തീരെ വേവിച്ചെടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല കറക്റ്റിൽ വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം വേവൊക്കെ കറക്റ്റായി വന്നിക്കണം കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനി ലാസ്റ്റ് ട്രിപ്പിൽ കണ്ടിട്ട് അതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തേലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതുപോലെ ലാസ്റ്റ് ആയപ്പോൾ അതിലേക്ക് ലേശം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് വാങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.